അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ദുരന്തം നടന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ഈ ദുരന്തത്തെ പ്രതിരോധിക്കാനും ആ സമയത്തുണ്ടായിരുന്ന ദുരിതാശ്വാസത്തിനുമായിട്ട് കേന്ദ്രം നൽകിയ എത്ര തുക സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കാത്തത്? ഇല്ല, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 500-ലധികം കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത കാശ് ഇവിടെ ഇരിക്കുമ്പോ പിന്നെ നിങ്ങൾ ഈ അടിയന്തരം എന്ന് പറയുന്നത് എന്താണ്? അല്ല, അങ്ങനെ നാളെ നിങ്ങൾ കൊടുക്കാനാണ് ചോദ്യമെങ്കിൽ ഞാൻ പറയുന്നില്ല. അടിയന്തരമായി ചെലവഴിക്കേണ്ട തുകയെ സംബന്ധിച്ച്, പണത്തെ സംബന്ധിച്ച് ഇവിടെ അതിന്റെ ദൗർലഭ്യമില്ല. നിങ്ങൾ ഗുജറാത്തിനെ പറ്റിയിട്ടും ചേട്ടാ ഒരു അതെ, അതല്ലേ ഞാൻ പറഞ്ഞു, കൊടുക്കാത്തോണ്ടാണല്ലോ കിട്ടാത്തത്. അത് ആദ്യം എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും ചോദിക്കുന്നത്? അതായത് അടിയന്തര സഹായം പണമില്ല കേരളത്തിന് എന്നുള്ളൊരു പ്രശ്നം ഇതിലില്ല. നിങ്ങൾ അത് മൂടി വെക്കാനാണ് ശ്രമിക്കുന്നത്. എത്ര പണം കേരള ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, കേന്ദ്രം കൊടുത്തത് തന്നെ. അല്ല, അത് എന്താ ചെലവഴിച്ചാലിന് അതിനെന്തെങ്കിലും ബാറുണ്ടോ? ഏത് രേഖ? അതെ, അല്ല, BJP, കോൺഗ്രസ്, CPM അല്ല ഇതൊരു സർക്കാരിന്റെ നൈതികതയുടെ പ്രശ്നമാണ്. ഇതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഓരോ ചില്ലിക്കാശും ഈ ഒരു ദുരന്തഘട്ടത്തിൽ ചെലവഴിക്കുന്നത് എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. ദുരന്തത്തെ കൊള്ളയടിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചാൽ അതിനെതിരായിട്ടുള്ള കോൺഗ്രസ് എടുക്കുന്ന അഴകുഴമ്പൻ സമീപനായിരിക്കില്ല ഞങ്ങൾ എടുക്കുക. പറയേണ്ടവർ പറയുന്നു, അതിന് എന്തിനാണെന്ന്. ഇതൊക്കെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് അല്ലേ നമ്മളാ. ആയിക്കോട്ടെ, സമ്മതിച്ചു. അതെ, കേന്ദ്രത്തിൽ മെല്ലെപ്പോക്ക് ഇല്ല സാർ. ഇതുപോലെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റോ പ്രധാനമന്ത്രിയോ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇവിടെ പല ദുരന്തങ്ങളുണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു? വെറുതെ നിങ്ങൾ അരിക്ക് പൈസ ചോദിച്ചു എന്ന് പറയുന്ന ടീമാണ്. അരിക്ക് പൈസ ചോദിച്ചു എന്ന് പറയുന്ന ടീമാണ്. സത്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, കേന്ദ്രത്തിന്റെ ആയാലും സംസ്ഥാനത്തിന്റെ ആയാലും, ഇപ്പൊ വൈദ്യുതി ബോർഡ് സംസ്ഥാന ഗവൺമെന്റിന് അവർ വൈദ്യുതി കൊടുക്കുമ്പോൾ പൈസ ഈടാക്കും. ആ പൈസയൊക്കെ ദുരന്ത നിവാരണത്തിൽ നമുക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ എഴുതിയതാണ് 1-ാം പേജിൽ പല പത്രങ്ങളും, ദുരന്തമുഖത്ത് അരി തന്നു, അതിന് കേന്ദ്രം പണക്ക്. പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഓരോ മണിക്കും അരിക്കും അവർക്ക് പൈസ വാങ്ങിക്കും. അതിന് പണം ഇവിടെ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ ചോദിക്കേണ്ട. അതിന് പകരം ഇത് കേരളത്തെ അരി വാങ്ങി. അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് മറുപടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ട്. എന്ത് ചെയ്താലും UPA ഭരിക്കുമ്പോൾ എന്ത് ചെയ്തു കേരളത്തിന്? 10-15 മടങ്ങ് അധികമാണ് എല്ലാ രംഗത്തും മോദി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന് കിട്ടിയത്.